നമുക്ക് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റും കേട്ടോ. എല്ലാവരുടെയും വിചാരമാണ് നമുക്ക് എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ചിലവർ 2 വർഷം 3 വർഷം 4 വർഷം ഇരുന്നിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആകാത്തവരുണ്ട്, 4000 വാച്ചവറും ആകാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ 2-3 വീഡിയോ കണ്ടു കേട്ടോ ഇതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മാത്രമേ ഒരു വീഡിയോ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ. കാരണം വെറുതെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും ഉപകാരമില്ലാതെ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീണ്ടും വീണ്ടും വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു 2-3 വീഡിയോ കാണാനിടയായി. അതിൽ കണ്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് എൻ്റെ ഇതിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഉപകാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ പല വീഡിയോൻ്റെ താഴെ പോയിട്ട് സബ് ചെയ്യൂ, കൂട്ട് വരുമോ, ലൈക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇന്ന് വന്നാൽ നാളെ വരാം, അങ്ങനെയൊക്കെ പറഞ്ഞ പല മെസ്സേജുകളും കാണാമല്ലോ. ഏത് യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന ചാനലുകൾ എടുത്താലും നിങ്ങൾ അതിന്റെ താഴെ വീഡിയോയുടെ താഴെ കമന്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കമന്റുകൾ അല്ലേ. ഇങ്ങനെയുള്ള കമന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്കിലും കൂടെ ഒന്ന് പറയാണ്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പാമായി പോകും. യൂട്യൂബിന്റെ കണ്ണിൽ അത് നിങ്ങൾ ചെയ്യുന്നത് പോളിസിക്ക് നിരക്കാത്താണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ ചിലപ്പോൾ ടെർമിനേറ്റ് ആയി പോകും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ പലരും പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും അതിൽ ഇങ്ങനെ ഓരോ വീഡിയോയിലേക്ക് താഴെയും പോയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ എന്താ പറയാ, ഓർഗാനിക് ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും എത്തുന്നതാണ് കൂടുതലും നല്ലത്. അപ്പൊ നമ്മുടെ ചാനൽ എപ്പോഴും നിലനിൽക്കും കേട്ടോ. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഓർഗാനിക് ആയിട്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂട്ടാമെന്നാണ് കേട്ടോ. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വീഡിയോക്ക് 1000 സബും 4000 വാച്ചവറും കംപ്ലീറ്റ് ആക്കാൻ പറ്റും ചില സമയത്ത്. അപ്പൊ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, നിർത്തി പോകാൻ പാടില്ല. അടുത്ത വീഡിയോ തുടരെ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് സക്സസ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒരു എന്താണ് നമ്മുടെ ഗൂഗിളിൽ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ആ ഷെയറിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, സബ് ആയാലും വ്യൂസ് ആയാലും അതേപോലെ തന്നെ വാച്ചവേഴ്സ് ആയാലും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തു, ഒരു ഷോർട്ട് ഷെയർ ചെയ്തു, അത് കഴിഞ്ഞ് നമുക്ക് സബ് വന്നില്ല, വാച്ചവർ ആയില്ല, വ്യൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ പാടില്ല. കുറച്ച് ഒരാഴ്ച എങ്കിലും നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും അത് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇത് എന്താണ്, ജെന്യൂൻ ആയിട്ടാണ് കേട്ടോ, ഫ്രീ ആണ്. യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇതാണ്, സൈറ്റാണ്. പലരും ചെയ്ത് സക്സസ് ആയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സബും വാച്ചവറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഞാൻ സ്ക്രീൻഷോട്ടിലൂടെയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എൻ്റെ മോളൊക്കെ അതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കും കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ക്ഷമിക്കണം. എന്താ, പുറത്തുനിന്ന് നായ്ക്കളുടെ സൗണ്ടും വണ്ടി പോണ സൗണ്ടും ഒക്കെ കേൾക്കും കേട്ടോ. ഞാൻ മുമ്പ് ക്വാർട്ടേഴ്സിലായപ്പോൾ അധികം സൗണ്ടുകളൊന്നും കേൾക്കത്തില്ല വീഡിയോസ് ഇടുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായിട്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെയാണ് ആ ലിങ്ക് നമ്മുടെ വീഡിയോന്റെ ആയാലും ഷോർട്സിന്റെ ആയാലും ലിങ്ക് സൈറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ ഈസിയാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ പലരും ചെയ്തിട്ടുണ്ട്, ഉണ്ടാവും. ചെയ്തിട്ട് സക്സസ് ആയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, സക്സസ് ആകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. പക്ഷെ നമ്മൾ ഒരിക്കൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സക്സസ് ആകണമെന്നില്ല. കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക, ഏകദേശം ഒരു ആഴ്ച കൂടുതലോളം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് മാത്രമേ സക്സസ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ തെളിവ് എവിടെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻ ഷോട്ട് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ദിവസം ആകുമ്പോഴേക്കും നല്ല മാറ്റം വരും കേട്ടോ. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ഞാൻ ഏകദേശം ഒരു 10, 45, 50 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ അതെല്ലാം പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക.
അപ്പോൾ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ, കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ എൻ്റെ ചാനൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാനേജ് വീഡിയോ എന്ന് കണ്ടില്ലേ നമ്മുടെ ചാനലിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസും ഷോർട്സും ലൈവ്സും ഒക്കെ കാണാൻ പറ്റും, ഏതൊക്കെ വീഡിയോസാണ് ഇട്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഏത് വീഡിയോ ആണോ ഷോർട്സ് ആണോ വേണ്ടത് അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മറ്റേ ചക്കൻ്റെ ഒരു ഷോർട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ സൈഡ് 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ വരും, ഷെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് വരും, അത് കോപ്പി ലിങ്ക് ചെയ്ത ശേഷം ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഇനി ക്രോമോ ഗൂഗിളോ ഓപ്പൺ ചെയ്യുക കേട്ടോ. ഞാൻ ക്രോമാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രോമ് തപ്പാണ് കേട്ടോ, കാണുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് യൂട്യൂബ് കണ്ടില്ലേ, ഞാൻ ഇതിന് മുമ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ വീഡിയോ ഷോർട്സ് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഷോർട്സാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ ഷോർട്സ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രീ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ കണ്ടില്ലേ, സെക്കൻഡ് വണ്ണായിട്ട് ഇതിൽ ഷോർട്സ് ഫ്രീ യൂട്യൂബ് ഷോർട്സ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഷോർട്സിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് താഴെ സബ്മിറ്റ് കാണും. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിങ് ആയി കിട്ടും. 57 സൈറ്റ് കാണിക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ നമ്മുടെ ഷോർട്സ് കാണിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് പ്രോസസ്സിങ് ആവുന്നുണ്ട് കേട്ടോ. ഷോർട്സാണ്, അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഇതാണ് കേട്ടോ അത്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്പാമായി പോകത്തൊന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും ഞാൻ യൂട്യൂബിലോട്ട് പോകുന്നുണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ വീണ്ടും ഞാൻ മാനേജ് വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതേപോലെ തന്നെയാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളുടെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പി ലിങ്ക് ചെയ്യുക, മറ്റേതുപോലെ തന്നെയാണ്. അപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഞാൻ ക്രോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ വീഡിയോ എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഷോർട്സ് ആയിരുന്നു, ഇപ്പോൾ ഇനി വീഡിയോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഫ്രീ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ ക്വാളിറ്റി വീഡിയോ ബാക്ക് ലിങ്ക്സ് എന്ന് കാണും, സെക്കൻഡ് വണ്ണായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോർട്സിൽ വന്ന പോലെ തന്നെ വരും. അപ്പോൾ വീഡിയോ ലിങ്ക് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിങ് ആയി കിട്ടും. വീണ്ടും ഇത്രയും സൈറ്റ്സ് കാണിക്കുന്നുണ്ട്, 57 സൈറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയറായി പോകും കേട്ടോ, പ്രോസസ്സിങ് ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.